നമസ്കാരം. പൂക്കളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. തന്നിരിക്കുന്നത് രണ്ട് വിശേഷപ്പെട്ട പുഷ്പങ്ങളാകുന്നു. അതിൽ ആദ്യത്തേതായ പുഷ്പം മുക്കുറ്റിയും രണ്ടാമത്തേത് തുമ്പയുമാകുന്നു. ഈ രണ്ട് പുഷ്പങ്ങളിൽ ഒരു പുഷ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഈ രണ്ട് പുഷ്പങ്ങളിൽ ഒരു പുഷ്പത്തെ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു പുഷ്പം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ പുഷ്പമായ മുക്കുറ്റിയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ജീവിതത്തിൽ വളരെയധികം വിജയങ്ങൾ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും പല വിജയങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്ന് പോകുന്നതായ സാഹചര്യമാണ് ഉള്ളത്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അത്തരത്തിൽ ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചില കാര്യങ്ങളിൽ വിജയങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ആ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ആ കാര്യങ്ങളിൽ വന്നു ചേരുന്നതായ തടസ്സങ്ങളെ അഭിമുഖീകരിച്ച് വേണം മുന്നോട്ട് പോകുവാൻ. തീർച്ചയായും അത്തരം കാര്യങ്ങളിലൂടെ നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ജീവിതത്തിൽ വന്നു ചേരുക. ജോലിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. സാമ്പത്തിക കാര്യങ്ങളിലും അല്പം അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾക്ക് സഹായകരമാകുന്ന ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. ഉയർച്ചയുള്ള കാലം തന്നെയാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക. അത് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായി ഭവിക്കും. വിദ്യയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. അവിവാഹിതരായ വ്യക്തികൾക്ക് പോലും വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾക്കായി ശ്രമിക്കുന്നവരാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ ചില യാത്രകൾ വന്നു ചേരാം. ഈ യാത്രകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് അനുകൂലമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ധനപരമായ നേട്ടങ്ങളും കൂടാതെ മാനസികപരമായ ചില വിഷമങ്ങൾ തരണം ചെയ്യുവാൻ ഈ യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള യാത്രകൾ അത് ഉടനെ തന്നെ നടത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അല്ലെങ്കിൽ അത്തരം യാത്രകൾ ഉടനെ ആവശ്യമായി വന്നു എന്ന് വരാം. ഈശ്വരാധീനം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. മാനസികപരമായ വിഷമതകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതിനാൽ തീർച്ചയായും അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ വേണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കാരണം പോസിറ്റീവായ ഊർജം മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. നെഗറ്റീവായ ഊർജങ്ങളെ പൂർണ്ണമായും മനസ്സിൽ നിന്നും ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. രോഗദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം ആരോഗ്യം നിങ്ങൾക്ക് വീണ്ടെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആരോഗ്യ കാര്യങ്ങളിൽ ഉണ്ടായിരുന്നതായ ആ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സമാധാനപൂർണമായ കാര്യങ്ങൾ, അന്തരീക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈശ്വരാധീനം കുറയില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. നടക്കേണ്ടതായ കാര്യങ്ങൾ നടക്കേണ്ടതായ സമയത്ത് തന്നെ നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൃത്യസമയത്ത് പല കാര്യങ്ങളും നടന്നു എന്ന് വരാം. അതിനാൽ തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം എന്ന ചിന്താഗതിയോടെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ, എടുത്തുചാട്ടം നിങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ തിരിച്ചടികൾ, ധനപരമായ നഷ്ടങ്ങൾ, മാനഹാനി തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. രണ്ടാമത്തെ പുഷ്പമായ
തുമ്പയാണ് നിങ്ങൾ തെരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. അപ്രതീക്ഷിതമായി ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്ന സാഹചര്യം തന്നെയാണ് ജീവിതത്തിലേക്ക് കടന്ന് വരിക. 41 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. അല്ലെങ്കിൽ 41 ദിവസങ്ങൾക്കുള്ളിൽ സന്തോഷകരമായ വാർത്തകൾ, ശുഭവാർത്തകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ടതായ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുക, പ്രതീക്ഷിക്കുന്നതായ ധനം, അപ്രതീക്ഷിതമായ ധനയോഗം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്ന സാഹചര്യം തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ പലവിധ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ധനപരമായ നേട്ടങ്ങൾ പുരോഗതിക്ക് സഹായകരമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ആത്മാർത്ഥമായി തന്നെ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയങ്ങൾ സുനിശ്ചിതമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ കാര്യങ്ങൾ നടക്കും എന്ന് തന്നെ പരാമർശിക്കാം. ചില തിരിച്ചടികൾ അല്ലെങ്കിൽ ചില വിഷമങ്ങൾ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ടാകാം. എന്നാൽ അതിൽ നിന്നും കരകയറി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. എന്നാൽ സൽപ്രവൃത്തികളാൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ടതായ അനുകൂലമായ ഫലങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. പണം കൈകളിൽ നിൽക്കാത്തതായ സാഹചര്യം, അല്ലെങ്കിൽ ധനപരമായ ചിലവുകൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാകുന്നു. കൂടാതെ വേണ്ടപ്പെട്ടവരിൽ നിന്നും പിന്തുണ, നിങ്ങൾ ആഗ്രഹിക്കുന്നതായ സ്നേഹം ലഭിക്കാത്തതായ സാഹചര്യങ്ങളുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്ന് ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അത്തരം കാര്യങ്ങൾ ഉടനെ അനുകൂലമാകണം എന്നില്ല. എന്നിരുന്നാലും വഴിയെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ തീർച്ചയായും ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ പ്രശ്നങ്ങളിൽ മനസ്സ് വല്ലാതെ വിഷമിച്ച് മുന്നോട്ട് പോകരുത്. കാരണം എടുക്കുന്ന തീരുമാനങ്ങളെ അത് ബാധിക്കും എന്ന കാര്യം ഓർക്കുക. പോസിറ്റീവായി ചിന്തിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കളങ്കമില്ലാത്ത മനസ്സിന്റെ ഉടമകളാണ് നിങ്ങൾ. പെട്ടെന്ന് തന്നെ സന്തോഷവും പെട്ടെന്ന് തന്നെ വിഷമിക്കുന്നതായ സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ചിന്തകൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഏത് ആപത്ഘട്ടത്തെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യമുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ അവഗണിക്കുന്നു എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വിജയങ്ങൾ നേടുവാൻ സാധിക്കും. തള്ളി പറഞ്ഞവർ പോലും നിങ്ങളെ അംഗീകരിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക.